നമസ്കാരം. ഷിപിടിച്ചന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. 9ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കിട്ടുമാവൻ എന്ന കഥയിലേക്ക് കടക്കാം. കിട്ടുമാവൻ എന്ന കഥ തകഴി ശിവശങ്കര പിള്ളയുടെ കുറേ കഥാപാത്രങ്ങൾ എന്ന കഥാസമാഹാരത്തിലേതാണ്. അപ്പോൾ ഒരു വയറിന് മാത്രമായി ഒരു വയലും വിളയുന്നില്ല അല്ലേ? എല്ലാവർക്കും ആഹാരത്തിനായിട്ടാണ് വയലിൽ അന്നം വിളയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുമാവനും കുട്ടിച്ചേച്ചിയും പ്രത്യേകം താമസിക്കുകയാണ്. ഇപ്പോൾ രാവിലെ കഞ്ഞിയാണ്, പണ്ടത്തെ കാലത്തെ രാവിലെ കഞ്ഞിയാണ്. ഇന്നത്തെ പോലെ പലഹാരം കഴിക്കുന്ന രീതിയൊന്നുമില്ല. പലഹാരം കഴിക്കുന്നത് വിഷുവിനോ ഓണത്തിനോ അങ്ങനെയൊക്കെ ആയിരിക്കും. ബാക്കി എല്ലാ ദിവസങ്ങളിലും മലയാളി കഞ്ഞിയിലാണ് ആരംഭിക്കുന്നത്. അത് പഴങ്കഞ്ഞിയാവാം, രാവിലെ വയ്ക്കുന്ന കഞ്ഞിയാവാം. അപ്പോൾ കഞ്ഞിയുടെ ഒരുക്കങ്ങൾ കിട്ടുമ്പോൾ ഇവിടെ പറയുന്നത് ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം. തോരൻ വയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ചേർക്കണം, വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത്. പിന്നെ എന്താണ്, ചെറുകിഴങ്ങ് കൊണ്ടൊരു അസ്ത്രമായിക്കൊള്ളട്ടെ, അതും ഒരു കറിയാണ്. നല്ല പുളിച്ച മോരും ചേർത്ത് ചമ്മന്തി അരയ്ക്കുക. ഇത്രയും രാവിലത്തെ കഞ്ഞിക്ക് വേണം. എന്നിട്ട് പറഞ്ഞു പപ്പടം ഉണ്ടെങ്കിൽ അതും അഞ്ചാറെണ്ണം ചുട്ട്, തേങ്ങാപ്പൂളുണ്ടെങ്കിൽ അതും ആയിക്കൊള്ളട്ടെ. ശർക്കരയില്ലേ? ഭാര്യ പറഞ്ഞില്ല ചക്കര ഉണ്ട്, എന്നാൽ അത് മതി, നാളത്തേക്ക് ഞാൻ ശർക്കര കൊണ്ടുവരും. ഒന്ന് നിർത്തിയിട്ട് കിട്ടുമാവൻ പറഞ്ഞു കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ക്ഷാരം വേണം. ഈ അസ്ത്രം എന്ന് പറഞ്ഞത് ദ്രാവക രൂപത്തിലുള്ള കറിയാണ്. കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ക്ഷാരം വേണമെന്ന് പറഞ്ഞാൽ ഉപ്പും പുളിയുള്ള എന്തെങ്കിലും വേണം എന്നാണ്. ഉപ്പും പുളിയുള്ളത് അച്ചാറാണല്ലോ. നാരങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും എന്തെങ്കിലും മതി. ഇന്ന് കുറച്ച് അവല് വാങ്ങണം. അവല് നനച്ചതോടെ ഉണ്ടെങ്കിൽ കഞ്ഞി പൊടി പിടിച്ചു ആകട്ടെ. ഇന്നത്തെ കാര്യം ഇങ്ങനെ പോട്ടെ. പുതിയ പുറത്ത് നമ്മൾ വന്ന് താമസിച്ചു തുടങ്ങിയല്ലേ ഉള്ളൂ. കഞ്ഞികൂടി കഴിഞ്ഞിട്ട് കപ്പയ്ക്ക് വാരം വെട്ടി 12 മണി വരെ. ഒരു നിമിഷ നേരത്തെ ഇളവില്ല. രണ്ടാളിൻ്റെ പണി അയാൾ ചെയ്തു. ഉച്ചയ്ക്ക് കുളിച്ച് ഭസ്മമൊക്കെ തൊട്ട് വീണ്ടും ഇലയുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. കഞ്ഞിക്ക് ശേഷം പറഞ്ഞു കൊടുത്ത എല്ലാ വിഭവങ്ങളും ഉച്ചയ്ക്ക് ഊണിനുണ്ടായിരുന്നു. സുഭിക്ഷമായിട്ട് അയാളുണ്ടു. അച്ഛൻ്റെ ഊണ് കഴിഞ്ഞപ്പോൾ കലത്തിൽ ഒരു ഉറ്റ വറ്റില്ല, അത്രയും കഴിച്ചു കേട്ടോ. മൂത്ത ചെറുക്കൻ വഴക്കുണ്ടാക്കി എനിക്ക് വിശക്കണേ നലർത്തലിച്ച് വിളിച്ചു. അപ്പം വിശപ്പിനേക്കാൾ അവന് ഇത്രയും നേരം ആഹാരം ഉണ്ടാക്കിയതിൻ്റെ മണമാണ് അവന് സഹിക്കാൻ പറ്റാത്തത്. ഇത് കണ്ട് കുട്ടിയമ്മ ഒരുമാതിരി കണ്ട് അരിയിട്ടു. അച്ഛനെ മാത്രം വിളമ്പിയപ്പോൾ തീർന്നു. അവരാദ്യമായിട്ടാണ് ഭർത്താവിന് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ ആ ചോറ് മുഴുവൻ അയാൾ ഭർത്താവിനെ അവർ കൊണ്ടുവച്ചു. അപ്പം വീണ്ടും രണ്ടാമത് അരി വെച്ചു. ഒന്ന് മയങ്ങുന്നതിന് മുമ്പ് അത്താഴത്തിനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് കിട്ടുമാവൻ. ചേന കൊണ്ട് ഒരു മുളോഷ്യം, അതൊരു കറിയാണ്. അല്ലെങ്കിൽ മുതിരച്ചാറാവട്ടെ, ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത്, പിന്നെ മീൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങുക. എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ്. ഒരു തോരനും കൂടെ വയ്ക്കാം. 4 മണിക്ക് വടക്കേ വീട്ടിലേക്ക് കിട്ടുമാവൻ ചെന്നപ്പോൾ അവിടുത്തെ കാരണവർ ചോദിക്കുകയാണ് എന്തൊക്കെയാണ് കിട്ടുപിള്ളേ? ഒന്നുമില്ല, പുതിയ പൊറുതി, പലതും അടുക്കാനിരിക്കുന്നു. എന്നാലും ഒരു സുഖം തോന്നുന്നു. കുടുംബത്തെ പുളിങ്കറിയും പിണ്ടിത്തോരനും തിന്നു മടുത്തു. വിശക്കുമ്പോൾ പൂരപ്പറമ്പിലെ കരിക്കായിരുന്നു ശരണം. ഇപ്പോൾ പുതുതായിട്ട് മാറി താമസിച്ചപ്പോൾ നല്ല വായ്ക്ക് രുചിയുള്ള ആഹാരം കിട്ടിയെന്നാണ് പറയുന്നത്. അതല്ലേ പ്രത്യേകം താമസിച്ചാലത്തെ സുഖം. അതെ, ഇന്ന് ഊണിന് സാമ്പാർ, പുളിശ്ശേരി, അവിയൽ, നല്ല മൊരിച്ച മെഴുക്ക് പുരട്ടി, കിച്ചടി, മാങ്ങാക്കറി, പപ്പട, 4 കഷ്ണം ഉപ്പേരി, ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. പരിപ്പ് കിട്ടിയില്ല, എന്നാലും സുഖം. കിട്ടുമാവൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇനിയും വാഴയ്ക്ക് കുറച്ച് വെള്ളം കോരണം, മേല് കഴുകണം, ഉണ്ണണം, രാമായണം വായിക്കണം, വീണ്ടും ഉറങ്ങണം, സുഖം. അപ്പം ഭാഗം പിരിഞ്ഞപ്പോൾ 30 പറ കണ്ടമാണ് അയാൾക്ക് കിട്ടിയത്. 1-2 മുറി പുരയിടവും കിട്ടി. കണ്ടത്തിലെ ഉഴവ് ജോലി മുഴുവൻ കിട്ടുമാവൻ തന്നെ ചെയ്യും. പറമ്പ് കിളയ്ക്കും, തടമെടുക്കും, എല്ലാം കിട്ടുമാവൻ തന്നെയാണ് ചെയ്യുന്നത്. കപ്പയും കാച്ചിലും ഒക്കെ നട്ട് വളർത്താൻ പറ്റിയ അയാൾക്ക് വളരെ ഇഷ്ടമാണ്. മൺപുരയാണെങ്കിലും വീടും പരിസരവും നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ആദായത്തിന് പുറമെ ഒരു മുറി പുരയിടം എഴുതി വിറ്റ് ഊണ് കഴിച്ച് തീർത്തു. നല്ല ആദായം കിട്ടുന്നുണ്ട്, മതിയാകുന്നില്ല. നിലം 4 പേർക്കായി വിറ്റു. താമസിക്കുന്ന പുരയിടം വിറ്റ്. ഇയാളുടെ ആഹാരത്തിൻ്റെ രീതി നമുക്ക് മനസ്സിലായില്ല. കുറച്ച് പണം കയ്യിലുണ്ട്. കുട്ടിച്ചേച്ചിക്ക് വീതം കിട്ടിയ പുരയിടമുണ്ട്. അരയ്ക്കാനുള്ള തേങ്ങ അവിടെ നിന്ന് കിട്ടും. അങ്ങനെയാണ് ഒരു മൺപുര വെച്ചത്. തോടിൻ്റെ മുക്കിനൊരു കാപ്പിക്കട നടത്തുക. വള്ളക്കാരുടെ കച്ചവടം കിട്ടും. പിന്നെ നാട്ടുകാരുടെ ഒഴിഞ്ഞൊരു കടയുണ്ട്. 2 ഇടങ്ങഴി അരിയിട്ടു. അതിന് വേണ്ട ഉഴുന്നും കിട്ടുമാവൻ തന്നെയാണ് ആട്ടിയത്. ചമ്മന്തി മുളകും ഒക്കെ അരച്ച്, ചായ ഒന്നും വേണ്ട, നല്ല മധുരത്തിൽ കരിപ്പട്ടി കാപ്പി. അപ്പോൾ കുറച്ച് പേര് വന്ന് രാവിലെ ദോശ കഴിച്ചു. കിട്ടുമാവന് സംതൃപ്തിയും. പിന്നീടും ചുട്ട ദോശ ഇരിക്കുന്നു. എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും. കിട്ടുമാവൻ രാവിലെ 6 ദോശ കഴിച്ചതാണ്. വീണ്ടും 2 കൂടെ എടുത്ത് കഴിച്ചു. പിന്നീട് കളത്തിൽ പത്മനാഭൻ വന്നു. അവന് 2 ദോശ കൊടുത്തു. അപ്പോൾ വീണ്ടും ഇയാൾ 1 ദോശ കൂടെ കഴിച്ചു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് കിട്ടുമാവൻ നേരത്തെ ആഹാരം കഴിച്ചതല്ലേ? കഴിച്ചു, പക്ഷെ ആഹാരം കഴിക്കാതിരിക്കാൻ ഒക്കുമോ? കാപ്പി കുടിച്ചതല്ലേ? കുടിച്ചു, പക്ഷെ ആഹാരം കഴിക്കാതിരിക്കാൻ ഒക്കുമോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുറച്ച് പേര് വന്നു. ആ സമയം ഇവിടെ ദോശയില്ല, കരിപ്പട്ടി കാപ്പിയില്ല. കിട്ടുമാവനെ പിന്നെ കാണുന്ന വള്ളത്തിൽ കപ്പ വിറ്റ് നടക്കുന്ന കച്ചവടക്കാരൻ. അടുത്ത കച്ചവടം വള്ളത്തിൽ കപ്പ വിറ്റ് നടക്കുന്നതാണ്. കിഴക്ക് നിന്ന് കപ്പ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കും. കപ്പയും തിന്നാൻ കൊള്ളാവുന്ന സാധനമാണ്. വള്ളത്തിൽ കലവും വിറകും ഒക്കെ ഉണ്ടായിരുന്നു. അയാൾ
അവിടെ വെച്ച് തന്നെ കപ്പ പുഴുങ്ങി തിന്നു. അപ്പോൾ കിട്ടുമ്പോൾ അവന് ജോലിക്ക് നിർത്താൻ. പിന്നെ അയാൾ ചെയ്യാൻ നല്ല ജോലി ചെയ്യും, പക്ഷെ പെണ്ണുങ്ങൾക്ക് വളരെ എതിർപ്പാണ്. ഇങ്ങനെ ആഹാരം കൊടുക്കുക, അത്രയ്ക്ക് ആഹാരം വേണം. എത്ര അരി വെച്ചാലും കിട്ടുമ്പോൾ അവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ കലത്തിൽ ഒരു വെറ്റ് കാണില്ല. ജോലിയുണ്ടോ എന്ന് വീട് തോറും കയറി ഇറങ്ങി ഇയാൾ അന്വേഷിച്ചു. വല്ലതും തരണേ, കഞ്ഞിവെള്ളം ആയാലും മതി, ഇങ്ങനെ ചോദിച്ച് നടന്നു. എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ട്, വിരോധം ഉണ്ടായിട്ടല്ല. പക്ഷെ എങ്ങനെ കൊടുക്കും? ഉള്ളത് കൊടുത്താൽ അതുകൂടെ കഴിച്ചിട്ട് ശകലം കൂടി എന്ന് പറഞ്ഞിരിക്കും. എത്ര പറഞ്ഞാലും അയാൾ എണീറ്റ് പോവില്ല. ഒരു തരം ഭ്രാന്ത പോലെയാണ് ആഹാരം കൊണ്ട് ആരും ഒന്നും കൊടുക്കില്ല. ഇതൊരു രോഗമാണെന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു. വയറ്റിൽ എന്തോ പുഴുവുണ്ട്, വയറ്റിൽ ചെല്ലുന്നതെല്ലാം അത് തിന്നു തീർക്കും. പൊട്ടിയ വയറോടെ വഴിനീളെ എനിക്ക് വിശക്കുന്നേ എന്ന് പറഞ്ഞ് നടക്കുന്ന കിട്ടുമാവനെയാണ് പിന്നെ കാണുന്നത്. ആളുകൾ ഇത് ഭ്രാന്താണെന്ന് വിചാരിച്ചു. കൊച്ചുകുട്ടികൾ മാത്രമാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നത്. വല്ലവരും വിളിച്ച് മുടിയട്ടെ എന്ന് വിചാരിച്ച് നിറച്ചു കൊടുത്താൽ സമാധാനമായി, പിന്നെ അവിടുന്ന് പോവുകയില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് കിട്ടുമാവനെ വിളിക്കാനും മടിയായി. അപ്പോൾ ഒരു ഭക്ഷണപ്രിയൻ്റെ ജീവിതത്തിൽ വന്ന ഒരു ദുഃഖ സന്ദർഭമാണ് ഈ കഥയിൽ പറയുന്നതിൻ്റെ നോട്ട് ഇതിനോടൊപ്പം കൊടുത്തിരിക്കാൻ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.